വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യത്തെ 20 കൊല്ലം 1 രൂപ പോലും കേരളത്തിന് ലാഭവിഹിതമില്ല എന്നും 21-ാം വർഷം മുതൽ ഓരോ ശതമാനം കൂടി 40 വർഷമാകുമ്പോൾ ആകെ 20% ലാഭം കിട്ടുമെന്നും 40 വർഷത്തിന് ശേഷം ആ എഗ്രിമെന്റ് മറ്റൊരു 20 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാമെന്നുള്ള കണ്ടീഷനെ ഞങ്ങൾ എതിർത്തു. ആ കണ്ടീഷനെ ഇപ്പോഴും ഞങ്ങൾ എതിർക്കുന്നു. അത് കേരളത്തിന് അനുകൂലമായിട്ടുള്ള കണ്ടീഷൻ അല്ല. പിന്നെ ഇപ്പോഴും ആ കല്ലിട്ട് പോയിട്ടും 17 വർഷം മുമ്പ് പൂർത്തീകരിക്കുമ്പോൾ ശ്രീ വി.ഡി. സതീശൻ പറഞ്ഞൊരു വാചകമുണ്ട്. കപ്പല് പോയിട്ട് ഒരു ബോട്ട് പോലും വിഴിഞ്ഞത്തിറങ്ങില്ലെന്ന് പ്രഖ്യാപിച്ച നേതാവിന്റെ പേരാ വി.ഡി. സതീശൻ. അവിടെ വലിയ തരത്തിൽ ക്രെയിൻ വരുമ്പോൾ ഉദ്ഘാടന മഹാമഹത്തിന് ഞാൻ പോകില്ലെന്ന് 6 മാസം മുമ്പ് പറഞ്ഞ് ബഹിഷ്കരിച്ച ആളാണ് വി.ഡി. സതീശൻ. എന്നിട്ട് എങ്ങനെയാ ഇപ്പോ 2ാം ഘട്ട ഉദ്ഘാടനത്തിന് ഏറ്റവും മുന്നിൽ പോയി ചിരിച്ചുകൊണ്ട് നിന്നത്? എങ്ങനെ സാധിച്ചു? ഇറ്റ് ഈസ് നോട്ട് എ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, ഇറ്റ് ഈസ് എ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് ഈ രാജ്യത്ത് ഏതെങ്കിലും പ്രതിപക്ഷ നേതാവിനെതിരെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചീഫ് ജസ്റ്റിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതോ ഒരു ചീഫ് ജസ്റ്റിസ് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളും നമ്മൾ കണ്ടില്ലേ? രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയിൽ നിന്ന് മാത്രം പ്രതീക്ഷിച്ചാൽ പോരാ, അത് പ്രതിപക്ഷ നേതാവിന് ഉണ്ട് എന്നൊരു അഫിഡവിറ്റ് ഫയൽ ചെയ്യണമെന്ന് ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവിനോട് ചീഫ് ജസ്റ്റിസ് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ശ്രീ വി.ഡി. സതീശനെതിരെ സ്പ്ലിംഗറുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ അഴിമതി ആരോപണം നിങ്ങൾ ഉന്നയിച്ചു. ഒരെണ്ണം തെളിയിക്കാൻ കഴിഞ്ഞോ? ജലമെട്രോ, AI ക്യാമറ, ഹൈസ്പീഡ് ഫൈബർ ഇന്റർനെറ്റ് കണക്ഷന്റെ ഫോൺ എല്ലാം അങ്ങ് കീറിപ്പറിച്ച് പള്ളക്കളഞ്ഞില്ലേ നിങ്ങളുടെ കേസിന്റെ ഫയലിൽ? ഏതെങ്കിലും ഒരു വിജയം നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞോ? ഇല്ലല്ലോ. നിങ്ങൾ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും തെറ്റാണ്, വ്യാജമാണ് എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ താങ്കൾ പറഞ്ഞു ഞങ്ങൾ എതിർത്ത പദ്ധതി എന്താ? ഞാൻ ആദ്യം പറഞ്ഞില്ലേ, പൊതുവിദ്യാഭ്യാസത്തെ നിങ്ങൾ എതിർത്തു, ലൈഫ് പദ്ധതിയെ നിങ്ങൾ എതിർത്തു, ആദ്രം പദ്ധതിയെ നിങ്ങൾ എതിർത്തു, കേരള ബാങ്കിനെ നിങ്ങൾ എതിർത്തു, കുടുംബശ്രീയുടെ പേര് മാറ്റി തകർക്കാൻ നിങ്ങൾ ശ്രമിച്ചു, മാവേലി സ്റ്റോറിനെ നിങ്ങൾ എതിർത്തു, സപ്ലൈകോയിനെ നിങ്ങൾ എതിർത്തു, ദേശീയപാത ഒരിക്കലും പൂർത്തീകരിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ തുരങ്കപാതയെ നിങ്ങൾ എതിർത്തു, അതിവേഗപാതയെ എതിർത്തു, കൊച്ചി ഇടമൻ പാതയെ എതിർത്തു. എന്നിട്ടും ഞങ്ങൾ ഇവിടെ കിടപ്പാടം ജപ്തി ചെയ്യുന്നത് അടക്കമുള്ള അതിനെതിരെ നിയമനിർമ്മാണം നടത്തി, വന്യജീവി ആക്രമണത്തിനെതിരെ നിയമനിർമ്മാണം നടത്തി, ഭൂപതിവ് പട്ടയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടുക്കി ജനതയുടെ പ്രശ്നം പരിഹരിച്ചു. ശബരി റെയിൽപാത താങ്കൾക്കറിയോ? ഇന്ത്യയിൽ എവിടെയെങ്കിലും റെയിൽവേക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് പണം മുടക്കേണ്ടി വന്നെങ്കിൽ അതിപ്പോ ശബരി റെയിൽവേക്ക് 50% ഈ കേരളം കൊടുക്കേണ്ടി വരുന്നു. ശബരിമലയിൽ വിമാനത്താവളവും വരും. അതിവേഗപാത നിങ്ങൾ എത്ര എതിർത്താലും ഈ കേരളത്തിൽ വരും. ഒറ്റ പ്രശ്നം, അത് റെയിൽവേ യൂണിയൻ ലിസ്റ്റിലായി പോയി, അല്ലെങ്കിൽ കാണാമായിരുന്നു. സംസ്ഥാന ഗവൺമെന്റ് തന്നെ മറ്റു രൂപത്തിൽ കൊണ്ടുവരുന്നത് നമുക്ക് കാണാമായിരുന്നു. ചെല്ലാനത്തും അതുപോലെ തന്നെ നമുക്കറിയാം മുനമ്പത്തുമെല്ലാം ആ പ്രശ്നത്തെ ആളിക്കത്തിക്കാൻ ശ്രമിച്ചത് ആരാ? എന്നിട്ട് ആ പ്രശ്നങ്ങളൊക്കെ എവിടെ? ചെല്ലാനം എവിടെ? അതുപോലെ തന്നെ മുനമ്പം എവിടെ പോയി? മുനമ്പം KSRTC ഒരു ദിവസം 13 കോടി രൂപ ലാഭത്തിലായി മാറി. നിങ്ങളുടെ കാലത്ത് അടച്ചുപൂട്ടുമെന്ന് KSRTCയുടെ മന്ത്രി തന്നെ പ്രഖ്യാപിച്ചതാ. ഏതു മേഖലയാണ് കേരളം പിന്നിൽ? നമുക്ക് സംവദിക്കാം, കണക്കുകൾ വെച്ച് സംവദിക്കാം. നിങ്ങളിങ്ങനെ ഊഹാഭോഗങ്ങളും നുണപ്രചരണം വ്യാജ വാർത്തകളുമായിട്ട് ഇറങ്ങിത്തിരിക്കെ ഞങ്ങൾ വികസനവുമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങും. ഈ നേട്ടങ്ങൾക്ക് ഒരു തുടർച്ച വേണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ തുടർച്ച ഉണ്ടാകും. അത് 2021 ഞങ്ങൾക്ക് കിട്ടി, 2026-ലും 2030-ലും ഞങ്ങൾക്ക് കിട്ടും. ജനങ്ങൾ വികസനത്തോടൊപ്പമാണ്, ഒരു സംശയം വേണ്ട. Debate with Dr. Arun Kumar.